ഡൽഹി ബി.ജെ.പിയുടെ കൈക്കുമ്പിളിൽ വെച്ചു കൊടുത്തതിന്റെ ഉത്തരവാദിത്തം കോൺഗ്രസിനു മാത്രമാണെന്ന് കെ.ടി. ജലീൽ എം.എൽ.എ. തന്റെ ഫേസ്ബുക്കിലാണ് നേതാവ് കോൺഗ്രസിനും രാഹുൽ ഗാന്ധിക്കുമെതിരെ ആഞ്ഞടിച്ചിരിക്കുന്നത്. നേതാവിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: പോൾ ചെയ്ത വോട്ടിൽ പകുതി വോട്ട് ബി.ജെ.പി ഭരിക്കുന്ന ഒരിടത്തും അവർക്ക് കിട്ടിയിട്ടില്ല. പ്രതിപക്ഷ നിരയിലെ അനൈക്യം കൊണ്ട് മാത്രമാണ് ഹിന്ദുത്വ ശക്തികൾ കേന്ദ്രത്തിലും പല സംസ്ഥാനങ്ങളിലും അധികാരത്തിൽ ഇരിക്കുന്നത്. കോൺഗ്രസിന് ഇപ്പോഴും യാഥാർത്ഥ്യ ബോധമില്ല. സ്വന്തം ശക്തിയെ കുറിച്ച് യാതൊരു ബോധ്യവുമില്ല. ഇന്റെ പൂപ്പാക്ക ഒരാനുണ്ടായിരുന്നു എന്ന് ഊറ്റം കൊണ്ടതുകൊണ്ട് ഒരു കാര്യവുമില്ല. ഒരു കാലത്ത് ആനയായിരുന്ന കോൺഗ്രസ് ഇന്ന് കേവലം ഒരു ചാവാലി പോത്ത് മാത്രമാണെന്ന് രാഹുൽ ഗാന്ധി തിരിച്ചറിയണം. CPM-ഉം CPI-യും ഡൽഹിയിൽ മത്സരിക്കാൻ പാടില്ലായിരുന്നു. CPM 2 സീറ്റിലും CPI 5 സീറ്റിലുമാണ് മത്സരിച്ചതെങ്കിൽ പോലും സ്വന്തം ദൗർബല്യം മാലോകർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ ഇടവന്നു എന്നല്ലാതെ മറ്റൊന്നും അതുകൊണ്ട് സംഭവിച്ചില്ല. ബുദ്ധിശൂന്യമായ പ്രവൃത്തികളായി പോയി ഇരു പാർട്ടികളുടേതെന്നും അദ്ദേഹം പ്രത്യേകം ചൂണ്ടിക്കാട്ടി. എന്തൊക്കെ കുറവുകൾ ചൂണ്ടിക്കാണിക്കാമെങ്കിലും ആം ആദ്മിക്ക് ഡൽഹിയിൽ വേരോട്ടമുണ്ട്. തിരഞ്ഞെടുപ്പ് ഫലം അതാണ് തെളിയിക്കുന്നത്. 1977-ൽ തോറ്റ ഇന്ദിരാഗാന്ധി പൂർവോപരി ശക്തിയോടെ തിരിച്ചു വന്ന പോലെ അരവിന്ദ് കെജ്രിവാൾ ഡൽഹിയിലും തിരിച്ചു വരും. കുറഞ്ഞ ചിലവിൽ ഡൽഹി ഭരിച്ച മനുഷ്യനെയാണ് അവർ പുറംകാലുകൊണ്ട് തട്ടിത്തെറിപ്പിച്ചത്. പാവപ്പെട്ടവർക്ക് വെള്ളവും വെളിച്ചവും ആരോഗ്യ പരിരക്ഷയും വിദ്യാഭ്യാസവും സൗജന്യമായി ഉറപ്പുവരുത്തിയ സർക്കാരിനെയാണ് ഡൽഹിക്കാർ നിഷ്കരുണം വലിച്ചെറിഞ്ഞിരിക്കുന്നത്. നരേന്ദ്രമോദിയും അരവിന്ദ് കെജ്രിവാളും ഒരുപോലെയാണെന്നാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഡൽഹിയിലെ കോൺഗ്രസ് പ്രചരണ റാലികളിൽ പ്രസംഗിച്ചത്. കേന്ദ്ര സർക്കാരിന് കെജ്രിവാളിനെയും സിസോദിയെയും അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കാനുള്ള വടി നൽകിയതും കോൺഗ്രസ് ആണ്. കോൺഗ്രസിന്റെ പരാതിയുടെ മേലായിരുന്നു ED-യുടെ അന്വേഷണവും അറസ്റ്റും. ഗൃഹനാഥൻ തന്നെ കുടുംബാംഗങ്ങളെ ഒറ്റുകൊടുക്കുന്ന പണിയാണ് ഇന്ത്യ മുന്നണിയുടെ നേതൃസ്ഥാനത്തിരുന്ന് കോൺഗ്രസ് ചെയ്തത്. അതിനെ കൊടും ചതി എന്നല്ലാതെ മറ്റെന്താണ് പറയുക? ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ചയാണെന്ന് തോന്നുക സ്വാഭാവികം. ആ തോന്നലാണ് പലപ്പോഴും ജനങ്ങളെ ചതിക്കുഴിയിൽ വീഴ്ത്തുക. ഡൽഹി ജനത അരവിന്ദ് കെജ്രിവാൾ എന്ന ഭരണകർത്താവിനോട് കാണിച്ച നന്ദികേടിന് തീർച്ചയായും മനമുരുകി പശ്ചാത്തപിക്കേണ്ടി വരുമെന്നും കെ.ടി. ജലീൽ കൂട്ടിച്ചേർത്തു. സത്യം പറഞ്ഞാൽ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്തത്രയും വലിയ തിരിച്ചടിയാണ് ഡൽഹിയിൽ ബി.ജെ.പി നേരിട്ടത്. അത്രയേറെ നാണം കെട്ട തോൽവിയാണ് കോൺഗ്രസ് ഡൽഹിയിൽ നേരിട്ടിരിക്കുന്നത്. ഇന്ത്യ സഖ്യത്തിനിടയിലെ ഐക്യമില്ലായ്മയാണ് തോൽവിക്ക് കാരണമെന്ന് നിസ്സംശയം പറയാം. ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് ബി.ജെ.പിക്ക് ജയിക്കാനുള്ള വഴിയൊരുക്കി കൊടുക്കുകയാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അഭിപ്രായപ്പെട്ടിരുന്നു. ഇതു സംബന്ധിച്ച് ഇടതുപക്ഷം പറഞ്ഞ ഓരോ കാര്യങ്ങളും ശരിയായിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ഓരോ സംസ്ഥാനത്തിന്റെയും പ്രത്യേകതകൾ കണക്കിലെടുത്ത് ബി.ജെ.പിയെ പരാജയപ്പെടുത്താനുള്ള കൂട്ടായ്മ സൃഷ്ടിക്കണം എന്ന നിലപാട് എടുത്തപ്പോഴാണ് ബി.ജെ.പിയെ തോൽപ്പിക്കാമെന്ന ഒരു മനസ്സ് ഇന്ത്യൻ ജനതയ്ക്ക് ഉണ്ടായത്. അത് പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചിട്ടുമുണ്ട്. 2% വോട്ട് കൂടി കിട്ടുകയും 38 സീറ്റ് കൂടി അധികം നേടുകയും ചെയ്താൽ ചിത്രം മാറുമായിരുന്നു. പക്ഷേ കോൺഗ്രസ് ഇക്കാര്യം ഫലപ്രദമായ രീതിയിൽ രാജ്യത്തുടനീളം കൈകാര്യം ചെയ്യാത്തത് കൊണ്ടാണ് ഇന്ത്യ കൂട്ടായ്മയ്ക്ക് ഈ അവസരം നഷ്ടമായത്. ഹരിയാന തിരഞ്ഞെടുപ്പിലും ഇതുതന്നെയാണ് സംഭവിച്ചത്. കോൺഗ്രസ് വമ്പിച്ച രീതിയിൽ ജയിക്കുമെന്ന് പ്രതീക്ഷിച്ച് അമിത ആത്മവിശ്വാസത്തിന്റെ പുറത്ത് SP, AAP ഉൾപ്പെടെയുള്ള ആരുമായും കൂട്ടായ്മയ്ക്ക് തയ്യാറായില്ല. ആരുടെയും സഹായം വേണ്ട, ഒറ്റയ്ക്ക് ജയിക്കുമെന്ന പേരിൽ മത്സരിച്ച ബി.ജെ.പിക്ക് വഴിയൊരുക്കി കൊടുക്കുകയാണ് അന്നുമുണ്ടായത്. മഹാരാഷ്ട്രയുടെ കാര്യമെടുത്താലും ഇത് തന്നെയാണ് സംഭവിച്ചതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഇങ്ങനെ വിവിധ കോണുകളിൽ നിന്ന് നിരവധി പേരാണ് കോൺഗ്രസിനു നേരെ കടുത്ത വിമർശനവുമായി രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നത്.